സാമുദായിക ഉച്ചനീചത്വം കഴിഞ്ഞാൽ മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് വിദ്യാഭ്യാസത്തിനാണ്. അറിവിൻ്റെ തുല്യമായ വിതരണവും പഠിക്കുന്നതിനുള്ള തുല്യമായ അവകാശവും ചേരുമ്പോഴേ വിദ്യാഭ്യാസം എന്ന സങ്കല്പം സഫലമാവും. ഇത്തരമൊരു ചിന്തയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. പാഠമില്ലെങ്കിൽ പാടത്തേക്കില്ല എന്നതായിരുന്നു ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം. വിദ്യാഭ്യാസം ഔദാര്യമല്ല, അവകാശമാണ് എന്ന ചിന്തക്ക് ആ പ്രഖ്യാപനം അടിവരയിടുന്നു. ജാതിയെ സാമൂഹ്യവും സാമ്പത്തികവുമായ അടിച്ചമർത്തലുകൾക്കുള്ള ആയുധമായി കണ്ട് അതിനെതിരെ കൃത്യമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിലാണ്. ഇന്ത്യൻ സമൂഹത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വന്ന വ്യത്യാസമാണ് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് ശക്തി കൂട്ടിയത്. അതിൽ അയ്യങ്കാളിയെ പോലുള്ള മഹാന്മാർ വഹിച്ച പങ്ക് ചരിത്രപരമായ പ്രാധാന്യമുള്ളതാണ്. 1908 സാധുജന പരിപാലന സംഘത്തിൻ്റെ നേതൃത്വത്തിൽ സമ്പൂർണ്ണ പണിമുടക്ക് നടത്തിയ ധീര സമരനായകനാണ് അയ്യങ്കാളി. ആ പണിമുടക്ക് സമരമാണ് വലിയൊരു വിഭാഗം കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ പ്രവേശനം ലഭിക്കുന്ന സ്ഥിതിയുണ്ടാക്കിയത്. വേലക്ക് കൂലി പണമായി തന്നെ വേണം. ജോലി സമയം ഉദയം മുതൽ അസ്തമയം വരെ മാത്രമേ പാടുള്ളൂ. കുട്ടികളെയും ഗർഭിണികളെയും കഠിനമായ ജോലിക്കിറക്കരുത് എന്നൊക്കെയുള്ള നിലപാടുകൾ അംഗീകരിപ്പിച്ചതും ആ സമരത്തിലാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു വില്ലുവണ്ടി സമരം. ജാതിക്കതീതമായി മനുഷ്യാവസ്ഥയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതും വർണ്ണവിവേചനത്തിൻ്റെ കോട്ടകളിൽ നടുക്കം സൃഷ്ടിക്കുന്നതുമായ ചരിത്ര സംഭവമായിരുന്നു ആ വില്ലുവണ്ടി യാത്ര. ഒട്ടുകുത്തി തലപ്പാവ് ധരിച്ച് കോട്ട് ധരിച്ച് അയ്യങ്കാളി അന്ന് വില്ലുവണ്ടിയിൽ യാത്ര ചെയ്തു. ജാതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റി നിർത്തപ്പെട്ടവർക്ക് നിഷേധിക്കപ്പെട്ട കാര്യങ്ങളായിരുന്നു ഒട്ടും തലപ്പാവും കോട്ടും. കോട്ട് ധരിക്കുന്നത് ഒരു രാഷ്ട്രീയ അടയാളമായി അംബേദ്കർ സ്വീകരിക്കുന്നതിനും എത്രയോ മുൻപാണ് ഇത് എന്നത് നാം പ്രത്യേകമായി ഓർക്കണം. പ്രാകൃതാചാരങ്ങളുടെ ഐത്തത്തിൻ്റെ അനാചാരങ്ങളുടെ ദുരന്തകാലമുണ്ടായിരുന്നു ഇവിടെ. ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെയാണ് അത് മാറ്റിയെടുത്തത്. ആ സമര പരമ്പരകളിലൂടെയാണ് നാം ഇന്ന് കാണുന്ന ഈ കേരളത്തെ രൂപപ്പെടുത്തിയത്. ആ ചരിത്രത്തിലെ ജ്വലിക്കുന്ന അധ്യായമാണ് അയ്യങ്കാളിയുടെ ജീവിതം. പഞ്ചമിക്ക്
പഠിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അയ്യങ്കാളി ആ പെൺകുട്ടിയെയും കൂട്ടി നേരെ സ്കൂളിലേക്ക് പാഞ്ഞു ചെന്നു. അന്നത്തെ സാമുദായിക പ്രമാണിമാർ ബെഞ്ചിനും ക്ലാസ് മുറിക്കും തീ വെച്ചു. ഊരൂട്ടമ്പലം എലിമെൻ്ററി സ്കൂളിൽ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ആ പാതി കത്തിക്കരിഞ്ഞ ബെഞ്ച്. സമകാലിക ഇന്ത്യൻ സാഹചര്യത്തിൽ എന്താണ് അയ്യങ്കാളി അടക്കമുള്ളവർ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് പരിശോധിക്കാൻ കൂടി നാം ഈ അവസരം ഉപയോഗിക്കണം. അധസ്ഥിതർക്ക് നേരെ അതിക്രമങ്ങളും അടിച്ചമർത്തലുകളും വർദ്ധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലാവുന്നു എന്നതാണ്. എല്ലാവരെയും ജാതി മത ലിംഗ നിരപേക്ഷമായി ഉൾക്കൊള്ളുക എന്നതാണ് ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനയുടെയും കാതൽ. ആരും അതിനു പുറത്തല്ല. ചില ആളുകൾ വരണം, ജാതി മതം സമ്പത്ത് എന്നിവയുടെ പേരിൽ പ്രത്യേക വിഭാഗങ്ങളെ പുറത്താക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. അതായത് സമഗ്രതയുടെ നേരെ എതിർദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നർത്ഥം. ഈ അവസരത്തിലാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ചട്ടമ്പിസ്വാമികളും അംബേദ്കറും അയ്യാവൈകുണ്ഠനും എല്ലാം ഉയർത്തിപ്പിടിച്ച സാഹോദര്യത്തിൻ്റെയും മാനവികതയുടെയും മൂല്യങ്ങൾ പ്രസക്തമാകുന്നത്. നമ്മുടെ ചെറുത്തുനിൽപ്പുകളിലേക്ക് ഇവയെ സന്നിവേശിപ്പിക്കുവാനുള്ള അവസരമായി കൂടി ഇത്തരം സ്മരണകളെ ഉപയോഗപ്പെടുത്തണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തുടർഭരണം ലഭിച്ച ചരിത്രഘട്ടമാണിത്. ഈ തുടർച്ച ഈ നാട്ടിലെ ജനങ്ങളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കൂടി പ്രതിഫലനമാണ്. കോവിഡ് മഹാമാരി കഠിനമായ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഈ ഘട്ടത്തിലും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതിനുള്ള അവിശ്രമ പ്രവർത്തനത്തിലാണ് സർക്കാർ. അതിൻ്റെ ഭാഗമായാണ് 100 ദിന പരിപാടികളുടെ സാക്ഷാത്കരണത്തിനുള്ള ഇടപെടൽ. സ്വസമുദായത്തിൽ 10 BA-ക്കാരെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ച അയ്യങ്കാളിയുടെ ആശയങ്ങൾ അതിനായി മുറുകെ പിടിക്കേണ്ടതുണ്ട്. സാങ്കേതിക വിപ്ലവത്തിൻ്റെ യുഗത്തിൽ പാർശ്വവൽക്കൃത ജനത പുറന്തള്ളപ്പെട്ടു പോകാതിരിക്കാനുള്ള പ്രത്യേകമായ കരുതൽ ആവശ്യമാണ്. അതിനുള്ള ആദ്യ ചുവടുവെപ്പ് എന്ന നിലയിലാണ് ഇൻ്റർനെറ്റ് അവകാശം നമ്മുടെ സംസ്ഥാനത്ത് സാർവത്രികമാക്കിയത്. ഇതിൽ കാണേണ്ടത് ഇൻ്റർനെറ്റ് അവകാശമാക്കിയ ആദ്യ സംസ്ഥാനമാണ് കേരളം എന്നതാണ്. ഇവിടെ ഒരു കുട്ടി പോലും ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിന് പുറത്തു പോകുന്നില്ല എന്നുറപ്പുവരുത്താനുള്ള നടപടികളാണ് മുന്നേറുന്നത്. എല്ലാവരും
ഡിജിറ്റൽ വിദ്യാഭ്യാസത്തിൽ പങ്കാളിത്തം വഹിക്കുന്നതിനുള്ള നടപടികൾ ഫലസിദ്ധിയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ അയ്യങ്കാളി സ്മൃതി ദിനം കേവലമായ ഒരു ദിനാഘോഷം മാത്രമായല്ല കടന്നു പോകുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കൂടുതൽ അപ്രസക്തമാക്കിക്കൊണ്ട് ചങ്ങാത്ത മുതലാളിത്തം ലോകത്തെ ആകെ വിഴുങ്ങുമ്പോൾ അതിനൊരു ബദലുണ്ട് എന്ന് തെളിയിച്ചതാണ് നാം. ജനകീയ ബദൽ എന്ന ആശയമാണ് കേരളം പ്രാവർത്തികമാക്കുന്നത്. നമ്മുടെ അടിസ്ഥാന സൗകര്യ മേഖലകളിലാകെ ഇത് കൊണ്ടുവന്ന മാറ്റം എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്. വികസനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കുതിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് നാം. ഈ രണ്ടാം തലമുറ വികസനത്തിനും ഒരു ബദൽ പരിപ്രേക്ഷ്യം ആവശ്യമാണ്. ആ ബദൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനകീയമായ ഒന്ന്. ഈ സവിശേഷമായ മുഹൂർത്തത്തിൽ വരുന്ന ആളുകളിൽ സർക്കാർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. 100 ദിന പരിപാടിയുടെ ഭാഗമായി 1000 പഠനമുറികൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി പൂർത്തീകരിക്കും. ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്നവർ ഉണ്ടാകാൻ പാടില്ല എന്ന നിർബന്ധം സർക്കാരിനുണ്ട്. ആദിവാസി ഊരുകളിൽ ഉൾപ്പെടെ ഇൻ്റർനെറ്റ് സംവിധാനം ഒരുക്കുക എന്ന കർത്തവ്യം സർക്കാർ പൊതുസമൂഹ പങ്കാളിത്തത്തോടെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗത്ത് വരുന്ന പ്രശ്നം കണക്ടിവിറ്റിയുടേതാണ്. അതിലെല്ലാ സർവീസ് നൽകുന്നവരും കണക്ടിവിറ്റി പൂർണ്ണമായും ഉറപ്പാക്കുമെന്ന് സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ആവശ്യമായ ഡിജിറ്റൽ ഉപകരണം ഓരോ വിദ്യാർത്ഥിയുടെയും കയ്യിലുണ്ടാവുക, അതിനുതകുന്ന നടപടികളിലേക്കും നാം നീങ്ങുകയാണ്. ഇതോടൊപ്പം ഭവനരാഹിത്യം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗമാണിത്. ലൈഫ് പദ്ധതി നല്ലൊരു കൈത്താങ്ങായാണ് മാറിയത്. മുഴുവൻ പട്ടികജാതി വിഭാഗക്കാർക്കും 5 വർഷം കൊണ്ട് കേരളത്തിൽ വീട് ഉറപ്പുവരുത്തും. ഈ വർഷം 52,000 വീടുകളാണ് നൽകേണ്ടത്. വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളും ഹോസ്റ്റലുകളും മികവുറ്റതാക്കും. ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തൊഴിൽ മേഖലയിൽ നൈപുണ്യ പരിശീലനം, അതോടൊപ്പം തുടർ പ്ലേസ്മെൻറ്റ് പദ്ധതി പ്രകാരം 20,000 പേർക്ക് തൊഴിലവസരം ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. സർക്കാർ സർവീസിൽ മതിയായ പ്രാതിനിധ്യം നൽകാൻ സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കും. പട്ടികജാതി പട്ടികവർഗ സഹകരണ സംഘങ്ങളെ സമൂലമായി പുനരുജ്ജീവിപ്പിച്ച് അവയ്ക്കുള്ള കുടിശ്ശിക ഒറ്റത്തവണ തീർപ്പാക്കുന്നതിനുള്ള
സ്കീം അവതരിപ്പിക്കും. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കൗമാരക്കാരായ പെൺകുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള വൃദ്ധർ, 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ഇവർക്കെല്ലാം പോഷകാഹാര മൂല്യം ഉറപ്പുവരുത്തുന്നതിനുള്ള ഭക്ഷണം ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പദ്ധതി നടപ്പാക്കും. പട്ടികജാതി വിഭാഗത്തിൻ്റെ ആരോഗ്യമേഖലയിലെ തൊഴിലധിഷ്ഠിതമായ പഠനത്തിന് പ്രാമുഖ്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് തിരുവനന്തപുരത്തെ പ്രിയദർശിനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസസ്. അവിടെ പുതിയ കോഴ്സുകൾ ആരംഭിക്കുകയും കൂടുതൽ സീറ്റുകൾ അനുവദിക്കുകയും ചെയ്യും. പട്ടികജാതി സംരംഭകർ ഇവർക്കായി സ്റ്റാർട്ടപ്പ് ഡ്രീം പദ്ധതികൾ ആരംഭിക്കും. ഒരേ സമയം സംരംഭകരും തൊഴിൽദാതാക്കളും എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിനായി വിവിധ മേഖലകളിലുള്ള അഭ്യസ്തവിദ്യരായ പട്ടികജാതി പട്ടികവർഗക്കാർ, യുവതി യുവാക്കളെ ഉൾപ്പെടുത്തി സംരംഭക യൂണിറ്റുകൾ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മികച്ച യുവ ഗവേഷകർക്ക് പ്രത്യേക ധനസഹായം നൽകും. ഈ പദ്ധതികൾ സർക്കാരിൻ്റെ മുന്നിലുള്ള ഉത്തരവാദിത്വത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ഭരണത്തിൻ്റെ തുടർച്ചയിൽ ഇടർച്ചയും പതർച്ചയുമല്ല, ഊർജ്ജസ്വലമായ ഉയർച്ചയിലേക്കാണ് നാട് നീങ്ങുന്നത്. എല്ലാ പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നേറാൻ നമുക്ക് കരുത്തു പകരുന്നത് അയ്യങ്കാളിയെപ്പോലുള്ള മഹാരഥന്മാരുടെ സ്മരണകളാണ്.